വിവാഹം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം തന്നെ തുടങ്ങിയിട്ടുണ്ട് പ്രശ്നങ്ങൾ. ഇപ്പോൾ ഞങ്ങൾക്ക് 100 കാറും കിട്ടും, നിന്നെ ഇവിടെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത്. ടോട്ടൽ 80 പവനുണ്ടായിരുന്നു, 100 ആവശ്യപ്പെട്ടത്. ഒക്കെ കൈക്കലാക്കി, മഹർ വരെ തന്നില്ല. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ സ്ത്രീധനം കൊടുക്കരുത്, അത് തെറ്റാണ് എന്നും അത് വാങ്ങരുത്, അത് തെറ്റാണ് എന്നൊക്കെ എല്ലാവരും രായ്ക്ക് രാമായണം ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലും ഇതിന് യാതൊരു മുട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ ഒരു 10 പവൻ കൊടുത്ത് കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ വീട്ടിൽ നമുക്ക് എന്തായാലും ഒരു 30 പവനെങ്കിലും കൊടുത്ത് കല്യാണം കഴിപ്പിക്കണം എന്നുള്ളതാണ് കേരളത്തിലെ സ്വാഭാവികമായിട്ട്, പ്രത്യേകിച്ച് മുസ്ലിം വീടുകളിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. 18 വയസ്സാവുന്ന സമയത്ത് തന്നെ കുട്ടിയെ കല്യാണം കഴിച്ചു വിടുന്നു. എത്ര പൊന്ന് അധികം കൊടുക്കാൻ വേണ്ടി പറ്റുമോ അത്രയ്ക്കും എൻ്റെ മകൾക്ക് ആ വീട്ടിൽ പോയാൽ സുഖമായി കഴിയാം എന്നുള്ളതാണ് സാധാരണ ഒരു ഉപ്പമാരുടെ എല്ലാം ഒരു സ്വപ്നം. പക്ഷേ അത് തീർത്തും യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ് എന്നുള്ളത് തന്നെയാണ് സത്യം. അത്തരത്തിൽപ്പെട്ട ഒരുപാട് വാർത്തകൾ നമുക്ക് ഇന്ന് TV മാധ്യമങ്ങളെല്ലാം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് കോഴിക്കോട് 10 മൈൽ സ്വദേശിയായ ജുമാന റൂഫ് എന്ന് പറയുന്ന ദമ്പതികളുടെ ജീവിതം കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം ആ സ്ത്രീയുടെ ഉപ്പ കൊടുത്തത് ഏകദേശം 80 പവൻ സ്ത്രീധനവുമായിട്ടാണ് ആ സഹോദരി ഈ റൌഫിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. 80 പവൻ സ്വർണം. എന്നിട്ട് അവർക്കത് പോരാ എന്നുള്ളതാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 80 അല്ല 100 തന്നെ വേണം, അതുപോലെ തന്നെ ഒരു കാറും കൂടി വേണമെന്നാണ് പറയുന്നത്. 2012 ഈ ജുമാന റൌഫിൻ്റെ കല്യാണം കഴിഞ്ഞത്. അതിനുശേഷം രണ്ടാമത്തെ ദിവസം തന്നെ ഇതും പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ആ കുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരു ഉപ്പ 80 പവനൊക്കെ കൊടുക്കണമെങ്കിൽ എത്ര കൊല്ലം നയിച്ച് കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത് സ്വരുക്കൂട്ടിയിട്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇന്നത്തെ ഒരു അവസ്ഥയിലൊക്കെ എത്ര കോടിക്കണക്കിന് രൂപയുടെ സ്വത്താണത്. എന്നിട്ട് പോലും ആ സഹോദരിക്ക് ആ വീട്ടിൽ കഴിയാൻ വേണ്ടി, സുഖമായിട്ട് കഴിയാൻ വേണ്ടിയിട്ട് 1 ദിവസം പോലും 2 ദിവസം പോലും സാധിച്ചില്ല എന്നാണ് ആ സഹോദരി തന്നെ വെളിപ്പെടുത്തുന്നത്. അതിനുശേഷം റൂഫ് എന്ന് പറയുന്ന വൃത്തികെട്ട ചെങ്ങായി ഇപ്പോൾ വേറെ ഒരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണ്. അതിനുശേഷം ജുമാന എന്ന് പറയുന്ന ആദ്യ ഭാര്യ കഴിയാൻ വേണ്ടിയിട്ട് കൊടുത്ത വീട്ടിൽ പോയിട്ട് ഈ റൌഫിൻ്റെ വാപ്പ അവരെ അടിച്ചു, ഉപദ്രവിച്ചു. അതിനുശേഷം ഈ സഹോദരിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കേണ്ട അവസ്ഥ വരെ വരികയാണ്. അതിനും പുറമെ 2-3 കേസുകൾ ഈ സഹോദരി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറയുകയാണ്, ഈ സഹോദരിക്കും അതുപോലെ തന്നെ മകനും തീർച്ചയായിട്ടും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ വീണ്ടും ഈ റൌഫിൻ്റെ ഉപ്പ ആ വീട്ടിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അടിക്കുന്നു. അതുപോലെ കഴുത്തിനൊക്കെ പരിക്കുകൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോൻ്റെ സൈഡിൽ കൊടുത്ത ക്ലിപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്, എങ്ങോട്ടാണ് നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ പോക്ക് എന്ന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നോക്കണം. നിയമ സംവിധാനം നോക്കുകുത്തിയായി നിൽക്കുക എന്നല്ലാതെ ഇത്തരം പ്രശ്നങ്ങളിലൊന്നും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൻ്റെ അനന്തരഫലമാണ് ഈ സഹോദരിക്ക് നേരിടേണ്ടി വന്ന ഈ പീഡനങ്ങൾ. തീർച്ചയായിട്ടും ഇതിന് നമ്മുടെ പോലീസും അവിടുത്തെ തീർച്ചയായിട്ടും അനന്തര നടപടികൾ തീർച്ചയായിട്ടും എടുത്ത് മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ ഈ സഹോദരിയുടെ ജീവൻ തന്നെ ചിലപ്പോൾ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് എന്നാണ് പറയാനുള്ളത്. നമുക്ക് ആദ്യമായിട്ട് ആ സഹോദരി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അത് കേൾക്കാം. വിവാഹം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം തന്നെ തുടങ്ങിയിട്ടുണ്ട് പ്രശ്നങ്ങൾ. ഇപ്പോൾ ഞങ്ങൾക്ക് 100 കാറും കിട്ടും, നിന്നെ ഇവിടെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത്. ടോട്ടൽ 80 പവനുണ്ടായിരുന്നു, 100 ആവശ്യപ്പെട്ടത്. ഒക്കെ കൈക്കലാക്കി, മഹർ വരെ തന്നില്ല. അതിന്റെ പേരിലാണ് ഇത് തുടങ്ങുന്നത്. ഫസ്റ്റ് മുതലേ ഉപ്പനോട് 20 ലക്ഷം വാങ്ങി വരാൻ പറയാ, 10 പവൻ സ്വർണം കൂടി 20 പവൻ സ്വർണം കൂടി കൊണ്ടുതരാൻ പറയാ. പ്രസവിച്ച് കഴിഞ്ഞു 3 മാസം മുതലേ മോനെ വേണ്ട, മോനെ ഓരോരു ഉപദ്രവം, മോനെ ഉപദ്രവിക്കും, മോനെ ചവിട്ടി തള്ളിയിടും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല, ഒക്കെ ഞാൻ അപ്പനെ വിളിച്ചു കൊണ്ടുപോകണം. പെരുന്നാളിനൊന്ന് പോയതിന് ശേഷം തിരിച്ചു വന്നപ്പോ ബാക്കിലിട്ട് കഴുത്ത് പിടിച്ച് ഞെക്കി കൊല്ലാൻ ശ്രമിച്ച്. ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ എന്തായാലും വേണം. ഞങ്ങൾക്ക് 2 പേർക്കും ജീവന് ഭീഷണിയാണ്. അവർക്ക് സ്വത്താണ് ആവശ്യം, സ്വത്തും പൊന്നും. ഞങ്ങളെ അപ്പോൾ സഹോദരി പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും. ഞാൻ പറഞ്ഞതുപോലെ 2-3 പരാതികൾ പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുത്തിട്ട് പോലും ഒന്നിനും കാര്യമായ ഒരു നടപടി അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കാരണം രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് നമ്മുടെ പോലീസുകാരൊക്കെ ഇത്തരത്തിൽപ്പെട്ട പരാതികൾക്ക് മുകളിലൊന്നും യാതൊരു നടപടിയും സ്വീകരിക്കാറില്ല. ചുമ്മാ ഒന്ന് അവിടെ കയറിപ്പോയിട്ട് എഴുതി വാങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഈ ഒരു കേസിൽ പ്രധാനപ്പെട്ട നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് ഈ സഹോദരിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന്. എന്നിട്ട് പോലും ഇവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമ സംവിധാനം ഒരു ചുക്കും ചെയ്യുന്നില്ല എന്ന് കേട്ടാൽ ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. കാരണം 80 പവനായിട്ട് അവിടെ പോകുന്നു, 10 പവൻ അവർ മഹർ കൊടുക്കുന്നു, മൊത്തം 90 പവനാണ്. ഈ 90 പവനും അവർ അടിച്ചു മാറ്റിയെന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് ഈ പാവത്തിനെ വഴിയിൽ തള്ളുകയാണ്.
അതിനുശേഷം താമസിക്കാനുള്ള ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ടാണ് റൌഫ് എന്ന് പറയുന്ന ഇവരുടെ ഭർത്താവിൻ്റെ ഉപ്പ ഈ സഹോദരിയെ ഉപദ്രവിക്കുന്നത്. അതും ഒരു സ്ത്രീയാണ് ഉപദ്രവിക്കുന്നത്. അതുപോലെ തന്നെ സ്വന്തം മകൻ്റെ മകനെയും ഈ ഉപ്പ വെറുതെ വിടുന്നില്ല. അതുപോലെ തന്നെ റൌഫും വെറുതെ വിടുന്നില്ല, ഉപദ്രവിക്കുകയാണ് പോലും. എന്താണ്? തീർച്ചയായിട്ടും നമ്മുടെ രക്തത്തിൽ പിറന്ന സ്വന്തം കുട്ടികളോടൊക്കെ ഇത്തരത്തിലുള്ള വൃത്തികേട് കാണിക്കാൻ ഉപ്പ മനസ്സ് കാണിക്കുന്നുണ്ട് എങ്കിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് 1.5 വയസ്സുള്ള മകൻ്റെ മരണം. ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ നാട്ടിൽ നടക്കുന്നുണ്ട്. അതൊന്നും നമ്മുടെ പോലീസോ നിയമ സംവിധാനങ്ങളോ ഒന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. പ്രത്യേകിച്ച് സ്ത്രീകളുടെ പരാതിയിന്മേലുള്ള നടപടികൾ വളരെ ഇഴഞ്ഞു നീങ്ങിപ്പോകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതൊക്കെ തീർച്ചയായിട്ടും പുതിയ സർക്കാരിൻ്റെ നിയമം തീർച്ചയായിട്ടും കൊണ്ടുവരികയും അതുമായി ബന്ധപ്പെടുത്തി പോലീസിനെ ഒന്ന് ഉണർത്തുകയും ചെയ്താൽ മാത്രമേ ഇത്തരത്തിൽപ്പെട്ട ഈ അവസ്ഥകൾക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ സ്ത്രീധനം എന്നൊക്കെ പറയുന്നത് നമ്മളെ തീർച്ചയായിട്ടും കൊടുക്കലും വാങ്ങലൊക്കെ ഹറാമാണ്, അത് നിയമപ്രകാരം തെറ്റാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും കൊടുക്കുന്നത് സ്വന്തം മകൾക്ക് ആ വീട്ടിൽ സ്വൈര്യമായിട്ട് സുഖമായിട്ട് ജീവിച്ചു പോകണം എന്നുള്ള ഒരു സ്വപ്നത്തിൻ്റെ പുറത്താണ്. പക്ഷേ എത്രമാത്രം നിങ്ങൾ കൂട്ടിക്കൊടുക്കുന്നുണ്ടോ അത്രമാത്രം അപകടമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളെ കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ജുമാന എന്ന് പറയുന്ന സഹോദരി. ഞാൻ പറഞ്ഞതുപോലെ 2012 കല്യാണം കഴിഞ്ഞത്, ഇപ്പോൾ 2026 ഒരു കുട്ടിയുമുണ്ട്. ആ വീട്ടിൽ നിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. കൊടുത്ത വീട്ടിലേക്ക് പോയിട്ട് ഉപ്പ അടിച്ചിറക്കുന്നു. എവിടെയാണ് സമാധാനം? എവിടെയാണ് സ്വൈര്യം? തീർച്ചയായിട്ടും എങ്ങനെയാണ് അവർ മുന്നോട്ട് ജീവിക്കുക? 80 പവൻ കൊടുത്തത് മുഴുവൻ അവർ അടിച്ചു മാറ്റി. അതെങ്കിലും കൊടുത്തുകൊണ്ട് മാന്യമായൊരു ഒത്തുതീർപ്പിലേക്ക് എത്തി അവർക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവരെ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇത് യാതൊന്നും കൊടുക്കാതെ രണ്ടാമതൊരു വിവാഹം കൂടി അദ്ദേഹം കഴിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും പോലീസ് ഇതുമായി ബന്ധപ്പെടുത്തി തീർച്ചയായിട്ടും പെട്ടെന്ന് നടപടികളെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രത്യാശിക്കാം. എന്താണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.